നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട പരിഗണന നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അടിമാലി ലക്ഷം വീട് നഗർ നിവാസികളുടെ സമരം അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ മറ്റ് സമരമുറകളിലേക്ക് കടക്കാനാണ് കുടുംബങ്ങളുടെ തീരുമാനം. നെടുങ്കണ്ടത്തെ തെരുവ് നായ ശല്യത്തിന് പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായ സമിതി നെടുങ്കണ്ടം യൂണിറ്റ്. പീച്ചാട് പ്ലാമല റോജി ചെറുകോടിന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം വൻ ഏലക്ക മോഷണം, ചെടിയുടെ ശരം സഹിതം പിഴുതെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട പരിഗണന നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മൂന്നാറ്റിലും ശാന്തൻപാറയിലും കോളേജിന് കെട്ടിടം നിർമ്മിക്കുന്നത് പരിഗണനയിലാണ്. ഇടുക്കി മെഡിക്കൽ കോളേജ് തന്റെ വകുപ്പിലല്ലെന്നും എന്നാൽ മെഡിക്കൽ കോളേജിന്റെ സൗകര്യമില്ലായ്മ സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ട്. പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നതേ ഉള്ളൂവെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. ഗവൺമെന്റ് വന്നതേ ഉള്ളൂ, അധികാരത്തിൽ വന്നതേ ഉള്ളൂ. അത് ബന്ധപ്പെട്ട MLA-യുമായിട്ട് സംസാരിച്ച് നമുക്ക് പ്രപ്പോസൽ ലഭ്യമായിട്ട് അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. പക്ഷേ അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട MLA തന്നെ ഈ വിഷയം നിയമസഭയിലും അതുപോലെ ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് വളരെ മുൻഗണനയോടുകൂടി തന്നെ അതിനെയൊക്കെ നോക്കിക്കാണുന്നതാണ്. ഇടുക്കി അത് കോഴ്സുകളൊക്കെ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആ ഘട്ടത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അതിനെ ഒരു മാനദണ്ഡമൊക്കെ തയ്യാറാക്കിയിട്ടാണ് സാധാരണ പുതിയ കോഴ്സുകളും പ്രോഗ്രാം അല്ലെങ്കിൽ കോളേജുകളും ഒക്കെ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇടുക്കി പോലുള്ള മലയോര പ്രദേശങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ പരിഗണനയും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. അടിമാലി ലക്ഷം വീട് നഗര നിവാസികളുടെ സമരം അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ മറ്റ് സമരമുറകളിലേക്ക് കടക്കാനാണ് കുടുംബങ്ങളുടെ തീരുമാനം. ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പഞ്ചായത്തിൽ 2 ബക്കറ്റുകൾ വെച്ച് ചിലവിന് യാചിക്കുന്നതായും ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തിനെതിരെ ഭിക്ഷാടകരെ പോലെ പിച്ചച്ചട്ടിയുമായി തിങ്കളാഴ്ച മുതൽ തെരുവിലിറങ്ങാനാണ് തീരുമാനമെന്നും കുടുംബങ്ങൾ പറഞ്ഞു. അടിമാലി ലക്ഷം വീട് നഗര നിവാസികളുടെ സമരം അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുകയാണ്. ശക്തമായ മറ്റ് സമരമുറകളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തിനെതിരെ ഭിക്ഷാടകരെ പോലെ തെരുവിലിറങ്ങാനാണ് കുടുംബങ്ങളുടെ തീരുമാനം. ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് 2 ബക്കറ്റുകളുമായി തങ്ങൾ ഈ വേറിട്ട പ്രതിഷേധത്തിന് മുതിർന്നതെന്ന് ഇവർ പറയുന്നു. ബക്കറ്റുകൾ വെച്ചുള്ള ഈ പ്രതിഷേധം തങ്ങളൊരു ആക്ഷേപമായി ചെയ്യുന്നതല്ലെന്നും മറിച്ച് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും അവർ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വയനാട്ടില് പ്രശ്നം ഉണ്ടായിട്ട് ഇതേപോലെ നമുക്ക് പറ്റിയേക്കണ അതേ മാൻമാഡ് ഡിസാസ്റ്റർ തന്നെ അവിടെയും സംഭവിച്ചേക്കണം. അപ്പം അവിടെ ഉടനെ സർക്കാരിന് ഉടനെ തന്നെ തീരുമാനം എടുക്കാൻ പറ്റി. ഉടനെ തന്നെ ഓർഡർ പാസ് ചെയ്തു. ഞങ്ങളുടെ കഴിഞ്ഞിട്ട് 8 മാസമായി. ഞങ്ങൾ ഈ സമരം എടുക്കാൻ തുടങ്ങിയിട്ട് 17 ദിവസമായി. ഇതുവരെ നമുക്ക് ആനുകൂല്യമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. വലിയ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ നീതി നിഷേധത്തിന് അവകാശ ഭിക്ഷ എന്ന രീതിയിലൊരു ബാൻഡ് വെച്ചിട്ടൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഫയലിലെ വാഗ്ദാനം തെരുവിലെ പാത്രം എന്നുള്ള ഒരു ക്യാപ്ഷനോടുകൂടി മറ്റൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നിത്യജീവിതത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ബക്കറ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ 17 കുടുംബക്കാർ ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് ദൈനംദിന കാര്യങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പൊ അതിന് പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ 2 ബക്കറ്റ് വെച്ച് ഞങ്ങളുടെ ഈ നീതി നിഷേധത്തിനെതിരെ ഇപ്പൊ ഞങ്ങളുടെ ഈ ഭിക്ഷ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശമായിട്ട് ഞങ്ങൾ ചോദിക്കുക. അധികാരികളും ഭരണകൂടവും കലക്ടറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇതില് ഇടപെട്ട് ഞങ്ങളുടെ സമരം എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് തരേണ്ട അവകാശങ്ങൾ തന്ന് ഞങ്ങളെ പിരിച്ചുവിടണമെന്ന് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കുന്നു. നീതി നിഷേധത്തിന് അവകാശ ഭിക്ഷ എന്ന ബാനറോടെ ഒരു ബക്കറ്റും ഫയലിലെ വാഗ്ദാനം തെരുവിലെ പാത്രം എന്ന ക്യാപ്ഷനോടെ മറ്റൊരു ബക്കറ്റും സ്ഥാപിച്ചാണ് കുടുംബങ്ങൾ പ്രതിഷേധിക്കുന്നത്. തങ്ങളുടെ നിത്യച്ചെലവുകൾക്കായുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനായി നടത്തുന്ന ഈ സമരത്തിലേക്ക്
പൊതുജനങ്ങൾ ഉദാരമായി സംഭാവന നൽകണമെന്ന് ഇവർ അഭ്യർത്ഥിച്ചു. ഞങ്ങൾ ആരുടെയും മുന്നിൽ യാചിക്കുകയല്ല, മറിച്ച് ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങളാണ് ചോദിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ പുതിയ സമരമുറയ്ക്ക് തുടക്കം കുറിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. സിറ്റി വിഷൻ, അടിമാലി. നെടുങ്കണ്ടത്തെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായ സമിതി നെടുങ്കണ്ടം യൂണിറ്റ് ആവശ്യപ്പെട്ടു. തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വ്യാപാരികളും നാട്ടുകാരും. വാഹനയാത്രക്കാർ അടക്കം തെരുവുനായ ശല്യം മൂലം അപകടത്തിലാകുന്നത് സ്ഥിരം കാഴ്ചയാണ്. കടത്തിണ്ണകൾ തെരുവുനായ്ക്കൾ കൈയടക്കുന്നത് മൂലം കച്ചവടം നടക്കുന്നില്ലെന്ന് വ്യാപാരി വ്യവസായ സമിതി നെടുങ്കണ്ടം യൂണിറ്റ് കുറ്റപ്പെടുത്തി. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വിവിധ ടൗൺ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ വ്യാപാരികളും നാട്ടുകാരും കടുത്ത ആശങ്കയിലാണ്. വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായി തെരുവുനായ്ക്കൾ മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. റോഡിലൂടെ സഞ്ചരിക്കുന്ന ഇരുചക്ര നാലുചക്ര വാഹനങ്ങൾക്ക് പിന്നാലെ തെരുവുനായ്ക്കൾ ഓടിയെത്തുന്നത് പതിവായതോടെ അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. പലരും അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. അതേസമയം കടത്തിണ്ണകളും വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശങ്ങളും തെരുവുനായ്ക്കൾ താവളമാക്കുന്നതും വ്യാപാരികളെ ദുരിതത്തിലാഴ്ത്തുകയാണ്. ഇതുമൂലം ഉപഭോക്താക്കൾ കടയിലേക്ക് എത്താൻ മടിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ തെരുവുനായകളുടെ ശല്യം എന്ന് പറയുന്നത് നെടുങ്കണ്ടത്ത് രാവിലെ 5 മണി മുതൽ നടപ്പുകാർ ഈ സ്ഥിരമായിട്ട് ഈ റോഡ് കല്ലാറ് വരെ ഈ മെയിൻ ടൗണിൽ കൂടെ തന്നെ ഉണ്ട്. കുറച്ച് പേര് സ്റ്റേഡിയത്തിലോട്ട് മാറി എന്ന് പറഞ്ഞാലും അത് തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി നെടുങ്കണ്ടം യൂണിറ്റ് പ്രസിഡന്റ് ഷിജു ഉള്ളുരിപ്പിൽ, സെക്രട്ടറി ജിസ്മോൻ കോഴിമല എന്നിവർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പീച്ചാട് പ്ലാമല റോജി ചെറുകോടിന്റെ ഉടമസ്ഥതയിലുള്ള രവി എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം വൻ ഏലക്ക മോഷണം നടന്നു. ചെടിയുടെ ശരം സഹിതം പിഴുതെടുത്താണ് മോഷ്ടാക്കൾ ഏലക്ക കവർന്നത്. തോട്ടത്തിൽ നിന്നും 100 കിലോയിലധികം പച്ച ഏലക്ക മോഷണം പോയതായാണ് കണക്കാക്കുന്നത്. വിപണിയിൽ ഏലക്കയ്ക്ക് വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് പ്രദേശത്ത് മോഷണം പെരുകുന്നത്. നിലവിൽ പച്ച ഏലക്കയ്ക്ക് കിലോയ്ക്ക് 550 രൂപയും ഉണക്ക ഏലക്കയ്ക്ക് 3000 രൂപയോളവുമാണ് വില. വിലക്കയറ്റം മുതലെടുത്താണ് മോഷ്ടാക്കൾ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്നത്. തോട്ടത്തിൽ ശരങ്ങൾ കിടക്കുന്നത് കണ്ട് ഉടമസ്ഥൻ നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. ഏലക്ക തരംതിരിച്ച് പറിച്ചെടുത്താൽ പെട്ടെന്ന് പിടിക്കപ്പെടും എന്നതിനാലാണ് മോഷ്ടാക്കൾ ശരത്തോടെ പിഴുതെടുത്തത്. ശരം സഹിതം നശിപ്പിച്ചതിനാൽ വരും വർഷങ്ങളിൽ ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു തുകയുടെ ആദായവും കർഷകന് നഷ്ടമാകും. പീച്ചാട്, മ്ലാമല തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ എസ്റ്റേറ്റുകളിൽ കഴിഞ്ഞ 4 വർഷമായി ഏലക്ക മോഷണം തുടർക്കഥയാണെന്ന് പറയുന്നു. ഏകദേശം ഒരു 100 കിലോയോളം പച്ചക്ക പോയതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് വ്യാപകമായിട്ട് ഇവിടെ മോഷണം നടക്കുന്നുണ്ട്. പല എസ്റ്റേറ്റുകളിൽ നിന്നും പോകുന്നുണ്ട്. ഇത് നേരത്തെ പോലീസിൽ പരാതി പല ആൾക്കാരും കൊടുത്തിട്ട് അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടന്നതായി അറിവായിട്ടില്ല. മോഷണത്തെക്കുറിച്ച് ഉടമസ്ഥൻ റോജി അടിമാലി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ പലയിടങ്ങളിലും കവർച്ച വ്യാപകമാവുന്ന സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ബൈസൺ വാലി ഏലത്തോട്ടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി കർഷകർക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി കാർഷിക സർവകലാശാല വിദഗ്ധ സംഘം ബൈസൺ വാലിയിൽ സന്ദർശനം നടത്തി. ആത്മാ പദ്ധതിയുടെ ഭാഗമായാണ് ശാസ്ത്രജ്ഞരും കൃഷി വിജ്ഞാന വ്യാപന പ്രവർത്തകരും ചേർന്ന ഫീൽഡ് പരിശോധനയ്ക്കായി സംഘമെത്തിയത്. ബൈസൺ വാലി ഏലത്തോട്ടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി കർഷകർക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി കാർഷിക സർവകലാശാല വിദഗ്ധ സംഘം ബൈസൺ വാലിയിൽ സന്ദർശനം നടത്തി. ആത്മാ പദ്ധതിയുടെ ഭാഗമായാണ് ശാസ്ത്രജ്ഞരും കൃഷി വിജ്ഞാന വ്യാപന പ്രവർത്തകരും ചേർന്ന് ഫീൽഡ് പരിശോധനയ്ക്കായി സംഘമെത്തിയത്. കേരള കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ നാരായണ ആർ നേതൃത്വം നൽകിയ സംഘം ഒച്ചുകളുടെ ശല്യം രൂക്ഷമായ തോട്ടങ്ങളിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തി. ഒച്ചുകളെ ശാസ്ത്രീയമായി ഭക്ഷ്യക്കണികൾ ഉപയോഗിച്ച് ആകർഷിച്ച് നശിപ്പിക്കാനുള്ള രീതികൾ സംഘം നേരിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. ആദ്യകാലങ്ങളിൽ മുട്ടുകാട് പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഈ ഒച്ചുകളുടെ സാന്നിധ്യം. പിന്നീട് പഞ്ചായത്തിന്റെ 6 വാർഡുകൾ കൂടി ഒച്ചുകളുടെ സാന്നിധ്യം കണ്ടു. ഇതിനെ തുടർന്നാണ് പരിശോധനകൾക്കായി സംഘം എത്തിയത്. മെഷേഴ്സ് ആയിട്ട് സാറ് പറഞ്ഞത് ഏലത്തോട്ടങ്ങളിലെ ജൈവാംശം നിറഞ്ഞ അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സുകൾ, ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം തന്നെ തോട്ട ശുചിത്വം പാലിച്ച് തോട്ടം സംരക്ഷിക്കുക, മറ്റ് വീട് പരിസരങ്ങളെല്ലാം മാലിന്യ നിർമ്മാർജ്ജനം ചെയ്ത് വീടിന്റെ പരിസരങ്ങളെല്ലാം ശുചിത്വം ഉള്ളതാക്കി വെക്കുക,
ഏലത്തോട്ടങ്ങളിലെ ഒച്ചുശല്യം നിയന്ത്രിക്കുന്നതിന് വ്യക്തിഗതമായ ഇടപെടലുകൾ മാത്രം പോരെന്നും കർഷകർ കൂട്ടായി സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ഡോക്ടർ നാരായണ നിർദ്ദേശിച്ചു. ഒച്ചുകൾക്ക് വളരാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തോട്ടത്തിലെ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്ത് തോട്ട ശുചിത്വം പാലിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിമോൾ സാബു, കൃഷി ഓഫീസർ സ്മിത എസ് കുമാർ, വാർഡ് മെമ്പർ റോയിച്ചൻ കുന്നേൽ എന്നിവർക്കൊപ്പമാണ് സംഘം പരിശോധനയ്ക്കെത്തിയത്. കൃഷി അസിസ്റ്റന്റ് ഷിബു ഇ.കെ, ബ്ലോക്ക് തല ആത്മ സ്റ്റാഫ് അംഗങ്ങൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ബൈസൺവാലി. SNDP യോഗം രാജക്കാട് യൂണിയൻ 1390 നമ്പർ NRCT ശാഖയിലെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ പ്രഥമഘട്ടമായ ബാലാലയ പ്രതിഷ്ഠ ഭക്തിയാദരപൂർവ്വം നടന്നു. SNDP യോഗം രാജക്കാട് യൂണിയൻ 1390 നമ്പർ NRCT ശാഖയിലെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ പ്രഥമഘട്ടമായ നിർമ്മാണത്തിന്റെ പ്രഥമഘട്ടമായ ബാലാലയ പ്രതിഷ്ഠ ഭക്തി ആദരപൂർവ്വം നടന്നു. ചടങ്ങിൽ SNDP യോഗം രാജക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് G അജയൻ, യൂണിയൻ കൗൺസിലർമാരായ KK രാജേഷ്, IB പ്രഭാകരൻ, NR വിജയകുമാർ, VN സലിം മാസ്റ്റർ, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോബി വാഴാട്ട്, രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, വിവിധ ശാഖാതല നേതാക്കൾ തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യത്തിൽ സതീഷ് ശാന്തികൾ, ഷിബു ശാന്തികൾ, മണികണ്ഠൻ ശാന്തികൾ തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിൽ സുരേഷ് ശാന്തികൾ ബാലാലയ പ്രതിഷ്ഠ നടത്തി. അതിലുപരിയായ അഭിമാനത്തോടു കൂടിയാണ് നാം ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. ഈ നാടിൻ്റെ നമ്മുടെ ദീർഘകാലത്തെ ഒരു അഭിലാഷം ഇവിടെ ഒരു പുതിയ ക്ഷേത്ര സങ്കേതം പടുത്തുയർത്തുന്നതിന് നമ്മളുടെ തീരുമാനം പ്രായോഗിക തലത്തിലെത്തുന്ന ഒരു ധന്യമായ നിമിഷമാണ്. ഈ ബാലാലയ പ്രതിഷ്ഠയുടെ മുമ്പ് നടന്ന ആവാഹന ചടങ്ങ് തന്നെ സത്യത്തിന് വ്യത്യസ്തങ്ങളായ ക്ഷേത്ര സങ്കേതങ്ങളുടെ ബാലാലയ പ്രതിഷ്ഠയിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീനാരായണ ഗുരുദേവ നിർപ്പാദങ്ങളുടെ ഈ ക്ഷേത്ര സങ്കേതത്തിലെ ശക്തിയെ ആവാഹിക്കുന്ന ചടങ്ങിൽ സാധാരണഗതിയിൽ ആവർത്തിച്ചുള്ള ആവാഹന പ്രക്രിയയ്ക്ക് ശേഷമാണ്. ചടങ്ങുകൾക്ക് ശേഷം വിശേഷാൽ ഗുരുപൂജയും പ്രസാദഊട്ടും നടന്നു. ശാഖാ പ്രസിഡന്റ് KP ജെയിൻ, വൈസ് പ്രസിഡന്റ് KP സുരേന്ദ്രൻ, സെക്രട്ടറി PK സുനിൽകുമാർ, കമ്മിറ്റി അംഗങ്ങളായ അജി PS, മുരളി KA, രാജു T, KP സന്തോഷ്, വിജയൻ KG, അംബിക ദിവാകരൻ, രാജി അജീഷ്, VS അജയൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് MN രതീഷ്, വൈസ് പ്രസിഡന്റ് സജി VR, സെക്രട്ടറി KR മനോജ്, കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം പ്രസിഡന്റ് അശ്വതി സന്തോഷ്, വൈസ് പ്രസിഡന്റ് ഉഷാരാജൻ, സെക്രട്ടറി സുജാത സതീശൻ, യൂണിയൻ യൂത്ത് മൂവ്മെന്റ് കൗൺസിലർ ലതീഷ് കുമാർ PK, യൂണിയൻ സൈബർ സേന കൗൺസിലർ സാജു രാഘവൻ, കുടുംബ യൂണിറ്റ് ചെയർമാൻമാർ, കൺവീനർമാർ, മുൻകാല നേതാക്കന്മാർ, ശാഖാ അംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ശ്രീനാരായണീയ വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജക്കാട്. ഇടുക്കി ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF MLA-മാർക്ക് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ 3ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2026 വാർഷികാഘോഷങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ നിന്നും വിജയിച്ച UDF MLA-മാർക്ക് സ്വീകരണവും ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെയധികം ആഹ്ലാദകരമാണ്. എനിക്ക് ഒരു സിനിമ ഡയലോഗാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രത്തോളം സന്തോഷമാണ്. കാരണം അതൊരു ചെറിയ കാര്യമല്ല, പറയുന്നതിൽ അതിശയോക്തിയില്ല. 5-5 നമ്മൾ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. 5 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ബഹുഭൂരിപക്ഷത്തോടെ ഇന്നലകളിൽ ഇടതുപക്ഷ കേന്ദ്രീകൃതമായി നടന്ന സകല വിധത്തിലുമുള്ള കള്ള പ്രചാരണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഐതിഹാസികമായ ഒരു ചരിത്ര മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് കഴിയുമ്പോൾ തൊടുപുഴ MLA-യും ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ്, ഇടുക്കി MLA റോയ് K പൗലോസ്, പീരുമേട് MLA സിറിയക് തോമസ്,
ഉടുമ്പൻചോല MLA സേനാപതി വേണു, ദേവികുളം MLA F. രാജ എന്നിവർക്കാണ് ചടങ്ങിൽ സ്വീകരണം നൽകിയത്. സ്വീകരണത്തിന് മറുപടിയായി MLA നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. ഉന്നത വിജയം നേടിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ മക്കളെയും വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് നിർവഹിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, മിനി പ്രിൻസ്, കുഞ്ഞുമോൾ ചാക്കോ, KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ, നിഷ സോമൻ, മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ്, അനിൽ ആനക്കനാട്, സാലി ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമം നടത്തി. പ്രതിഭാസംഗമം MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമവും പഞ്ചായത്ത് തല മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും LSS, USS, NMMS സ്കോളർഷിപ്പ് നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. യോഗം ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഇടുക്കിയിൽ എപ്പോഴും വെളിച്ചം കിട്ടാത്ത വീടുകൾ എത്തുന്നുണ്ട്. അങ്ങനെ കിട്ടാത്ത വീടുകളിൽ നിന്ന് പഠിച്ച് മുഴുവൻ വിഷയങ്ങൾക്ക് A+ വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. അതാണ് മാറ്റം ഞാൻ പറഞ്ഞത്. അതാണ് ഇടുക്കിയിലെ മാറ്റം എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു വലിയ വിജയം എന്ന് പറഞ്ഞത് എറണാകുളം സിറ്റിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഡോക്ടേഴ്സിന്റെയും എഞ്ചിനീയേഴ്സിന്റെയും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെയും ഒക്കെ മക്കൾ നേടുന്നതിനേക്കാൾ വലിയ വിജയം നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ജോസഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി സതീശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബിച്ചൻ മാത്യു, സെക്രട്ടറി അതുല്യ വി കുമാർ, രാജേശ്വരി രാജൻ എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ ഇടുക്കി. ജാർഖണ്ഡിൽ നടക്കുന്ന ദേശീയതല സുബ്രതോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന് യോഗ്യത നേടി നവോദയ ടീം. മത്സര ടീമിൽ അംഗമായി നേരിമംഗലം PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനി കുമളി സ്വദേശിനി ലേയ ഇ ലിയോയും. മൈസൂരിലെ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്ന NVS ഹൈദരാബാദ് റീജിയണൽ പ്രീ സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ ടീമിലെ അംഗമായ നേരിമംഗലം PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയത്തിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനി ലേയ ഇ ലിയോ ദേശീയതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. ഈ മാസം 22, 23, 24 തീയതികളിൽ ജാർഖണ്ഡിൽ നടക്കുന്ന ദേശീയതല സുബ്രതോ കപ്പ് മത്സരത്തിൽ ഹൈദരാബാദ് റീജിയണിനെ പ്രതിനിധീകരിച്ചാണ് ടീം പങ്കെടുക്കുന്നത്. കുമളി ഇരുമേടയിൽ ലിയോ ഇ മാത്യുവിൻ്റെയും അനുവിൻ്റെയും മകളും മംഗളം സീനിയർ റിപ്പോർട്ടർ ജോയ് ഇരുമേടയുടെ കൊച്ചുമകളുമാണ് ലേയ ഇ ലിയോ. ഈ നേട്ടത്തിൽ വിദ്യാലയ അധികൃതരും അധ്യാപകരും സഹപാഠികളും നാട്ടുകാരും ലേയയെ അഭിനന്ദിച്ചു. സിറ്റി വിഷൻ കുമളി. വാർഷിക പൊതുയോഗവും മികച്ച കർഷകരെ ആദരിക്കലും നടന്നു. മലനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ഉപ്പുതറ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ഉപ്പുതറ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഷിക പൊതുയോഗവും മികച്ച കർഷകരെ ആദരിക്കലും നടന്നു. മലനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ഉപ്പുതറ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ഉപ്പുതറ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടനം ചെയ്തു. കാലിത്തീറ്റയുടെ വിലവർധനവും ഉൽപാദന ചെലവുമാണ് ക്ഷീര കർഷകർ നേരിടുന്ന പ്രതിസന്ധിയെന്നും ശുദ്ധമായ പാലും കൃഷിയാവശ്യത്തിനുള്ള വളവുമാണ് കർഷകരുടെ ഏക ലാഭമെന്നും കൃഷിയിടത്തിലെ പച്ചക്കറിയും പഴങ്ങളും ശുദ്ധമായ പാലും ഒക്കെയായിരുന്നു മുൻ തലമുറയുടെ ജീവിത രഹസ്യമെന്നും പുതുതലമുറ കൃഷിയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും ഷീല രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിൻ്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിത്തീറ്റയുടെ വില, അതുപോലെ തന്നെ ഉൽപാദന ചെലവ്, ഇതെല്ലാം കൂടി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് ഇത് ഒരു ലാഭത്തെ എത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നതുകൊണ്ട് മാതാപിതാക്കൾ പറയും മക്കളെ. സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പാലളന്ന് മികച്ച കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട വിജയ അനിൽ, വിൽസൺ സെൽവരാജ്, ഗുണമേന്മയുള്ള പാലളന്ന അയ്യപ്പൻ മറ്റത്തിൽ എന്നിവരെയും യോഗത്തിൽ അവാർഡ് നൽകി ആദരിച്ചു. അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണവും പൊതുയോഗത്തോടനുബന്ധിച്ച് നടന്നു. സംഘം സെക്രട്ടറി ഷൈനി റോബിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ലാൽ എബ്രഹാം, ബോബിൻ ജോയി, ഷിബു പനന്തോട്ടം എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. കേവലം പ്രതിരോധ പാഠങ്ങൾക്കപ്പുറം അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള ദുരന്ത നിവാരണ മാർഗങ്ങളും ഇനി ഈ കുട്ടികൾക്ക് കൈമുതൽ. രാജകുമാരി ഷിൻജി തായ് കരാട്ടെ സ്കൂളിൽ സംഘടിപ്പിച്ച കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് വേറിട്ടൊരു മാതൃകയായി. കരാട്ടെ പരീക്ഷയോടൊപ്പം കുട്ടികൾക്കായി ദുരന്ത നിവാരണം, അഗ്നിബാധ പ്രതിരോധം, പ്രഥമ ശുശ്രൂഷ എന്നിവയിൽ വിദഗ്ധ പരിശീലന ക്ലാസുകളാണ് സംഘടിപ്പിച്ചത്. കേവലം പഞ്ചും കിക്കും മാത്രമല്ല, ധാർമ്മികതയും അച്ചടക്കവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാതൃകാപരമായ പ്രവർത്തനം. ആയോധന കലയുടെ കരുത്തിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുടെ പുതിയ പാഠങ്ങൾ കൂടി ഉൾക്കൊള്ളുകയാണ് രാജകുമാരി ഷിൻജി തായ് കരാട്ടെ സ്കൂളിലെ ഈ കൊച്ചുമിടുക്കന്മാർ. സ്കൂളിൽ നടന്ന കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിനോടനുബന്ധിച്ചാണ് കുട്ടികൾക്കായി അതീവ പ്രാധാന്യമുള്ള സുരക്ഷാ ക്ലാസുകൾ ഒരുക്കിയത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, അഗ്നിബാധകൾ, മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയെ എങ്ങനെ നേരിടണമെന്നും പ്രഥമ ശുശ്രൂഷ എങ്ങനെ നൽകണമെന്നും കുട്ടികൾ ഈ ക്ലാസ്സിലൂടെ നേരിട്ടറിഞ്ഞു. ഷിഹാൻ ഷാഹിദ് VM-ന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. രാജക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ KN രാധാകൃഷ്ണൻ, ആദർശ്, ജിത്തു തോമസ് എന്നിവർ ചേർന്നാണ് കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനവും സുരക്ഷാ നിർദ്ദേശങ്ങളും നൽകിയത്. അപകടമുണ്ടായാൽ പരിഭ്രാന്തരാകാതെ എങ്ങനെ യുക്തിപൂർവ്വം പ്രവർത്തിക്കണമെന്ന് ലളിതമായ രീതിയിൽ ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് വിവരിച്ചു നൽകി. ഷിൻജി തായ് കരാട്ടെ സ്കൂളിന്റെ ഫൗണ്ടർ ക്യോഷി സാബു ജേക്കബും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ആയോധന കലയിലൂടെ ശാരീരിക ക്ഷമത കൈവരിക്കുന്നതിനൊപ്പം തന്നെ നാളത്തെ പൗരന്മാരായ കുട്ടികളിൽ മികച്ച ധാർമ്മികതയും അച്ചടക്കവും സാമൂഹ്യ ബോധവും വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. കരാട്ടെ ബെൽറ്റുകളുടെ നിറം മാറുന്നതിനൊപ്പം തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വ്യാപ്തിയും കൂടുകയാണെന്ന തിരിച്ചറിവിലാണ് ഓരോ വിദ്യാർത്ഥിയും ഈ ക്യാമ്പസിൽ നിന്നും മടങ്ങുന്നത്. സിറ്റി വിഷൻ രാജകുമാരി.
ബാല്യത്തിൽ തന്നെ ജനാധിപത്യത്തിന്റെ മഹത്വവും വോട്ടവകാശത്തിന്റെ മൂല്യവും തൊട്ടറിഞ്ഞ് ഒരു കൂട്ടം കൊച്ചുമിടുക്കന്മാർ പൊതുതെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന ആവേശവുമായി രാജകുമാരി ഹോളി ക്യൂൻസ് യു പി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. നാളെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കാളികളാകേണ്ട തലമുറയ്ക്ക് അതിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് രാജകുമാരി ഹോളി ക്യൂൻസ് യു പി സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. ഒരു ജനറൽ ഇലക്ഷന്റെ എല്ലാ ഘട്ടങ്ങളും അതേപടി പാലിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയത്. സ്ഥാനാർത്ഥി നിർണയം, കൗതുകമുണർത്തിയ നാമനിർദ്ദേശ പത്രിക സമർപ്പണം, ക്യാമ്പസിനെ ഇളക്കിമറിച്ചുള്ള പരസ്യപ്രചാരണം എന്നിവയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അച്ചടക്കത്തോടെയും വലിയ ഉത്തരവാദിത്വത്തോടെയും വരിനിന്ന് കുട്ടികൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വിദ്യാർത്ഥികളിൽ നേതൃത്വ പാഠവും സാമൂഹിക അവബോധം, സഹകരണ മനോഭാവം എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ അധികൃതരുടെയും അധ്യാപകരുടെയും പൂർണ്ണ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കിയത്. മികച്ച വിജയം കൈവരിച്ച ഹെഡ് ബോയ് ഫെലിക്സ് നോബിക്കും ഹെഡ് ഗേൾ നിയ സുമേഷ് മാത്യുവിനും പ്രതിനിധികൾക്കും സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിബു കെ ദേവസിയും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നു. ID കാർഡ് കൊണ്ടുവന്ന് വിരലിൽ മഷി തേച്ച് വോട്ട് ചെയ്യുന്ന അവസാന പ്രക്രിയ വരെ കുട്ടികൾ മനസ്സിലാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് കുട്ടികൾ വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മുതിർന്ന ആളുകൾ വോട്ട് ചെയ്യുന്ന അതേ രീതിയിൽ വോട്ട് ചെയ്യുമ്പോൾ വോട്ടവകാശത്തിന്റെ വിലയും ജനാധിപത്യത്തിന്റെ പവിത്രതയും ഈ കൊച്ചു പ്രായത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഹോളി ക്യൂൻസ് സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയും. സിറ്റി വിഷൻ രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട പരിഗണന നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അടിമാലി ലക്ഷം വീട് നഗർ നിവാസികളുടെ സമരം അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ മറ്റ് സമരമുറകളിലേക്ക് കടക്കാനാണ് കുടുംബങ്ങളുടെ തീരുമാനം. നെടുങ്കണ്ടത്തെ തെരുവ് നായ ശല്യത്തിന് പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായ സമിതി നെടുങ്കണ്ടം യൂണിറ്റ്. പീച്ചാട് പ്ലാമല റോജി ചെറുകോടിന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം വൻ ഏലക്ക മോഷണം, ചെടിയുടെ ശരം സഹിതം പിഴുതെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.